കണ്ടിക്കോ കണ്ടോ നമ്മുടെ ഇവിടെ പോകുന്ന വഴിക്ക് ഒരു ചെറിയ പണി നടക്കുന്നുണ്ട്. റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് റോഡ് പണിയാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. അതെ, റോഡ് പണിയാ. അപ്പോൾ ഇതുണ്ടോ, മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാമലകൾക്കപ്പുറത്ത് മരതകത്തിന്റെ പട്ടല്ലേ ചെയ്യാ. അപ്പൊ മലയാളം മാത്രമല്ല, ന്യൂസിലാൻഡിലും ഇതുണ്ട്. ഇതൊന്ന് വെസ്റ്റേൺ കൺട്രി ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും യുകെയിലും പച്ചപ്പും ഈ മലയും ഈ ഒരു സെറ്റപ്പ് തന്നെയാന്ന് തോന്നുന്നു. പച്ചപ്പും ഹരിതാഭയും. എനിക്ക് തോന്നുന്നു ഇവര് കുറച്ചുകൂടി പ്രകൃതിനെ ഉപദ്രവിക്കാതെ നശിപ്പിക്കാതെയൊക്കെ അല്ലേ അങ്ങനെ തോന്നി. എനിക്ക് ഞാൻ ഭൂരിഭാഗം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. നമ്മുടെ നാട്ടിലെ മലയൊക്കെ തുറന്ന് കല്ലൊക്കെ എടുത്തേനെ. ക്വാറി മുതലാളിമാർ ക്ഷമിക്കുക. വല്ലാണ്ട് കുറ്റപ്പെടുത്തൊന്നും വേണ്ട. അല്ല, ഞാനങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞില്ല. ഓരോ നമ്മള് എസ്കേനെ പോലെ ആയിരിക്കും. അയ്യോ, എന്തിനും താരതമ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നമ്മള് പണ്ട് പ്രാവശ്യം വന്നപ്പോ ഇവിടെ വന്ന് നമ്മളൊരു ഫോട്ടോ എടുത്തു. അത് ഏറ്റവും ആദ്യം നമ്മളിവിടെ, കാരണം നമ്മള് ന്യൂസിലാൻഡിൽ വരണമെങ്കിൽ അല്ല, മെയിൻ ആപ്ലിക്കന്റ് കൂടെ നമ്മള് അതായത് മെയിൻ ആപ്ലിക്കന്റ് കൂടെ വരുന്ന സ്പൗസ് അവര് ഇവിടെ ഒരു സിറ്റിസണോ പെർമനന്റ് റെസിഡൻസി ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവണം. അപ്പൊ അതിന് ഓൾറെഡി പാസ്സായിട്ട് വന്നത് കൊണ്ട് അതിലേക്ക് കുഴപ്പമില്ല. ഞാൻ ഇവിടെ വന്നിട്ട് വീണ്ടും പ്രൂവ് ചെയ്യണം എൻ്റെ മിനിമം ക്വാളിറ്റി ഓഫ് ഇംഗ്ലീഷ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതിന് നമ്മൾ എക്സാം എഴുതാൻ പോകണം. അന്ന് ഏറ്റവും ആദ്യം ഞാൻ ഗ്രാമത്തിൽ ക്രൈസ്റ്റ് പോകുമ്പോൾ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തായിരുന്നു. അതാണ് അതിൽ പറയുന്നത്. ആ മല കാണുന്ന നല്ല രസമില്ല, ടോപ്പില് കണ്ടാ നീ ആകാശം തൊട്ട് വെക്കുന്ന പോലെ. എനിക്ക് ഇതേ ഫീല്, ഇതേപോലെ ആകാശം തൊട്ട് നിൽക്കുന്ന ഒരു മല ഞാൻ മിൽഫോർഡ് സൗണ്ട് പോയപ്പോഴും നമുക്ക് തോന്നിയായിരുന്നു. പക്ഷെ അതിൽ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് മലകളുടെ ഇടയിൽ ഒരു കല്ലിങ്ങനെ ഇരിക്കുന്ന പോലെ കണ്ടായിരുന്നു നീ? എനിക്ക് തോന്നുന്നു അത്രയും ലോങ്ങില് നമ്മൾ അന്നും ഗോപ്രോയിൽ തന്നെ എടുത്ത കാരണേ ആ വീഡിയോയിൽ അത്ര ലോങ് വ്യൂ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം സംശയമായിരിക്കും. എന്താ രസല്ലേ, എന്നൊരു നല്ലൊരു കാലാവസ്ഥയും കൂടിയാണ് വീഡിയോ എടുക്കാൻ. അതുകൊണ്ടാണ് കുഴപ്പമില്ലാത്ത. ഇപ്പം മഴയും മഞ്ഞൊന്നും ഇല്ലെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ഞാനാണെങ്കിൽ മഞ്ഞൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പോഴത്തെ ഒരു ചുറ്റുപാട് വെച്ച് നോക്കുമ്പോ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് മഞ്ഞ് വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല എന്ന് തന്നെയാ തോന്നുന്നത്. പിന്നെ അവിടെ പോകുമ്പോ പറയാൻ പറ്റില്ല. നീ കണ്ടതല്ല കളി കോശി എന്ന് പറഞ്ഞ പോലെ. ആ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമയും അഭിനേതാവും. എനിക്ക് ആളെ മനസ്സിലായി. കൈരളി ടിവിയിൽ ഇടക്കിടക്ക് അവതാരകനായിട്ട് വരുന്നവനാണോ ഉദ്ദേശിക്കുന്നത്? അനിൽ നെടുമങ്ങാട്. നമ്മള് ഈ പറഞ്ഞ മാതിരി കേബിൾ ടി വി വന്ന കാലം മുതൽ നമ്മൾ ടി വി കാണുമ്പോ കൈരളി ടിവിയിൽ എപ്പോഴും അഭിമുഖത്തിന് പുള്ളിയായിരുന്നു. അതായത് പ്രമുഖരായുള്ള പല ആൾക്കാരും വരില്ലേ, നമ്മളിപ്പോ ഈ മിഥുൻ നിൽക്കുന്ന പോലെ കൈരളി ടിവിയുടെ വലിയൊരു നെടുന്തൂണായിരുന്നു അവതാരക ശൈലി. പിന്നെ സിംഹമായിരുന്നു. പറയാം, കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ടോ? കഥാപ്രസംഗം പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ മോണാക്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പണ്ട് ഒരു കാലത്ത് സ്ഥിരം സംഭവമാണല്ലോ യുദ്ധത്തിൽ അപകടം പറ്റി വരുന്ന, ചോരയിൽ കുളിച്ച് കയറുന്ന. അല്ല, അത് മോണോആക്ട് പ്രശ്ന വേഷം. മോണോആക്ട് ആകുമ്പോൾ നമ്മള് ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഒരാളായിട്ട് അവതരിപ്പിക്കുന്ന മോണോആക്ട്. ആ ഒരാളുടെ കാര്യവും ഒരാളായിട്ട് അവതരിപ്പിക്കുന്ന ഒരുപാൾക്ക് വേണ്ടിട്ട് വരുന്നതല്ല ഞാൻ. അല്ല, അതപ്പോ നിങ്ങള് ഫാൻസി ഡ്രസ് ആയിരിക്കും പറയുന്നേ, ചോരയൊലിപ്പിച്ച് വരുന്ന പട്ടാളക്കാരനൊക്കെ. ഇല്ല, എനിക്കതിൽ ഡയലോഗ് ഉണ്ട്. ആണോ? എന്നാ മോണോആക്ട്. അതിൽ നിങ്ങൾ വേഷപ്പകർച്ചയൊക്കെ ആയിട്ടാണോ? ഞാൻ എന്റെ അവസ്ഥയും കാര്യങ്ങളും അവിടെ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നീ പറഞ്ഞ പ്രശ്ന വേഷം ഇത് ഗാന്ധിജി വന്ന് നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്നല്ല ഉദ്ദേശിക്കുന്നത്. അതല്ല, ഞാൻ സംഭവം എനിക്ക് അറിയാണ്ടല്ലോ. ഞാൻ എന്റെ അവസ്ഥകൾ പറയാം അവിടെ കിടന്നിട്ട്. എന്റെ മക്കൾ
ആ ഓക്കെ അതാണ് ഓണം. അല്ല നിനക്ക് പണ്ടെങ്ങാണ്ട് ഒരു കലാത്തിലും കിട്ടി ബാക്കിയുള്ളവരൊന്നും കളിയാക്കില്ല. അല്ല ഞാൻ കളിയാക്കിയതല്ല. എന്താ അങ്ങനെ എടുക്കുന്നത്? ഞാൻ പറയുന്നത് അങ്ങനെ എടുക്കില്ല. ഞാൻ ചോദിച്ചതാ എന്താണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ എന്റെ മോണാക്ട് എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. പ്രച്ഛന്നവേഷവും മോണാക്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിനക്ക് കാണിച്ചു തരണ്ട. അതിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കുത്തലുണ്ട്. ഈ ഉദ്ദേശിച്ചില്ലെങ്കിലും അതിൽ കാണുന്നവരുണ്ടാവും. നിങ്ങൾ കണ്ടു എന്ന് പറയുന്നല്ലേ ചുരുക്കം. അല്ലാതെ എനിക്ക് അതിൽ കാണാനുള്ള അവസരം ഒരുക്കിയത് നീയാണ്. ദൈവമേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ കേരളത്തിൽ ഒരാളും ജനിച്ചിട്ടില്ല. ഞാൻ കഥാപ്രസംഗം നിങ്ങൾക്ക് അറിയാമോന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ കഥാപ്രസംഗം ഏതാനും നിമിഷം തൃശ്ശൂരിന്റെ എവിടെയാ? തൃശ്ശൂരിന്റെ നടുക്കില് അരങ്ങേറും. തൃശ്ശൂരിന്റെ കഥാപ്രസംഗം ആവുമ്പോഴാണ് കുറേ കൂടി നമ്മൾ ഇങ്ങനെ എക്സാഗറേറ്റ് ചെയ്ത് പറയണം. ഇത് അങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറയുമ്പോ ആൾക്കാർ അങ്ങോട്ട് നോക്കണം. അങ്ങനെയല്ലേ? അങ്ങനെയാണ് കഥാപ്രസംഗം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഞാൻ പറയാമേ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കഥാപ്രസംഗത്തിൽ അല്ല, അത് മോണോവാക്കല്ലേ. ഞാൻ അല്ല മോനെ, കഥാപ്രസംഗം വേറെ ഉണ്ട്. പറയാം എങ്ങനെയാണ് തുടങ്ങുന്നത്. മഴ, പ്രകൃതിയുടെ കണ്ണീർ പ്രവാഹം, പ്രപഞ്ചം നടുങ്ങി വിറയ്ക്കുന്ന മേഘഗർജനം. അത് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് നമുക്കുണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്യണം. നമുക്ക് തബലയും ഓർഗനൊക്കെ ഉണ്ട്. നിങ്ങള് പിന്നെ തബലകൾ കരയുന്നു, ചീവീടുകൾ കരയുന്നു. അതെ, അത് ചീവിട. അത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം കാണുന്ന ടൈപ്പ് ചീവിയാണ്. തക്കൂന് വരെ ചീവി അടക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് എന്നെ ഇവിടെ വീഡിയോ വരെ കിട്ടില്ല. വീഡിയോ കിട്ടുന്നുണ്ട്. വീഡിയോ മറ്റേ ആ വലിയ ഇതുണ്ടായിരുന്നേ, അതായിരുന്നു കിട്ടും നല്ലത്. തൊട്ടടുത്തൊരു മല നമ്മളെ കാണിക്കേ എന്നല്ല, മൊത്തത്തിൽ അങ്ങനെ ചിരിച്ചു പിടിച്ച് ഇങ്ങനെ കാണിച്ചാലും മതി. ഇവള് ഈ പറഞ്ഞ മാതിരി ഇടത്ത് തിരിയാന് വലത്ത് തിരിയാനെന്ന് പറഞ്ഞോണ്ടിരിക്കണല്ലോ. ഞാനാണെങ്കി മറ്റേ എന്താ പറയാ, ചന്ദ്രനിൽ പോകാനുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ടാ ഈ തണുപ്പായിരിക്കും വിചാരിച്ചു വന്നത്. അല്ല അമ്മണീന്ന് തക്കോ അമ്മണി. എന്തത്? നിങ്ങൾ വഴി മാറി തരും. അങ്ങനെയല്ലല്ലോ, വഴി മാറടാ മുണ്ടക്കൽ ശേഖര ആയിരിക്കും. അതെ, ഇതിപ്പോ നേരത്തെ നമ്മൾ ഒരു മലയാണ് ആകാശത്ത് മുട്ടി നിൽക്കുന്നതെന്ന് അതാണെങ്കിൽ ഇതിപ്പോ ചൈനയുടെ വൻമതിൽ പോലെ ഒരു വലിയ മലകൾ. സത്യത്തിൽ ഈ മല കടന്നു വേണം നമുക്ക് അപ്പുറത്ത് പോകാൻ. അത് വിട്, നീ നല്ല കഥാപ്രസംഗത്തിലേക്ക് വാ. കഥാപ്രസംഗം അതാ ഇൻട്രോ പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം നിങ്ങള് അത് കൊളാക്കുന്നതുകൊണ്ട് ഞാൻ ബാക്കി പറയുന്നില്ല. പറഞ്ഞ പോലെ എന്നെ കളിയാക്കാനുള്ള ഒരു മരുന്ന് ഞാൻ തന്നെ ഇട്ട് കൊടുക്കുന്നത്. നടി വെള്ളത്തിൽ ചാടുമ്പോൾ ക്യാമറയും ചാടട്ടെ എന്ന് പറയുന്നത് പോലെ വണ്ടി കട്ടറിൽ ചാടുമ്പോ ആദ്യയുടെ ക്യാമറയും കട്ടറിൽ ചാടുന്നു. കയ്യും താന്നിറങ്ങി കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. പിന്നല്ലാണ്ടോ എന്തോ അതെങ്ങനെയാ റെഡായി ഡോട്ടുകൾ വന്നേ? സത്യത്തിൽ ഈ മഴയിലല്ലേ ചെയ്യാം. ഈ മല കടക്കണം, പിന്നെയും മലകളുണ്ട് അല്ലേ? അങ്ങനെ വേണം നമുക്ക് പോവാന്. നമ്മൾ ന്യൂസിലാൻഡിലേക്ക് വന്ന പോലെ പല കടലുകളും കടന്നു വന്ന പോലെ ഞാൻ ഒരിക്കലും കടം കരുതില്ല. ന്യൂസിലാൻഡില് ഈ പറഞ്ഞ മാതിരി 7ാം കടലിനപ്പുറം നമ്മൾ പോകുന്നത്. 7ാം കടലിനക്കരെ അക്കരെ സൂര്യനിരിപ്പു ബാക്കി കാവൽ കണ്ണുപോയതോ. അതൊക്കെ പോട്ടെ. നിങ്ങള് ജാനകി അമ്മയുടെ
സൂര്യനായി തഴുകിയുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതിയൊരുകുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. കല്ലെടുക്കും കലത്തും കണിത്തുമ്പിയെ പോലെ ആ വലിയ ഫ്ലോ അങ്ങ് പോയിട്ട്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് അറിയാമോ? ഞാനും അത് മറന്നുപോയി. ഞാൻ എന്തായിരുന്നു പറയാൻ വന്നത് ചെയ്യാ? കാര്യമായിട്ടുള്ള വല്ല കാര്യമാണോ? കാര്യമായിട്ടുള്ളെന്ന് പറഞ്ഞാൽ എന്തോ ഇങ്ങനെ സംസാരിക്കാൻ വന്നത്, അത് പക്ഷേ വിട്ടുപോയി. ഞാൻ പറയാൻ വന്നത് ജാനകി അമ്മയ്ക്ക് ട്രിബ്യൂട്ട് ഒരു പാട്ട് പാടാനാ പറയാൻ വന്നത്. ഒരു പാട്ട് പാടും. ചെയ്യാൻ പാട്. നീ പാടും. ഞാൻ പാടട്ടെ? പാട്. തുമ്പിവ തുമ്പക്കൊടുത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാൻ ആകാശ പൊന്നാനി നിലവിൽ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പിവ തുമ്പക്കൊടുത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാൻ. ഞാൻ പാടണോ? അല്ല, വേറൊരു പാട്ടുണ്ടായിരുന്നല്ലോ മറ്റു സാധനം. ഞാൻ പാടുന്നത് ഇന്നലെ പാടാൻ വിചാരിച്ച പാട്ട്. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലകം മന്ദാരം പൂവിട്ട തണലിൽ. ഗന്ധർവൻ പാടുന്ന മതിലകം മന്ദാരം പൂവിട്ട തണലിൽ. ഊഞ്ഞാലേ പാടാം ഞാനിനി ഈ റോഡിൽ കളിക്കൊണ്ടിരിക്കണ കുറെ നേരമല്ലേ എന്നെ കാണിക്ക് പാടുന്ന ഞാനല്ലേ. വേട്ട വിളിച്ചോടെ എത്ര തവണ പറഞ്ഞാലും മനസ്സിലായി. ഞാൻ ആ പാട്ടിന്റെ ഉള്ളിൽ അതും കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എന്നെ കാണണ്ടേ? കുന്തം മലിന്നല്ലേ കുറെ നേരം കാണണം. കഷ്ടപ്പെട്ട് പാടുന്നുണ്ടോ? വീണ്ടും പാടേണ്ടി വരുമല്ലോ. ഒരു ഫ്ലോ മറ്റേത് അങ്ങനെയല്ല. പിന്നെ മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം. ഗന്ധർവൻ വീട്ടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഊഞ്ഞാലേ പാടാം ഊഞ്ഞാലേ പാടാം. മാനത്തെ മാമന്റെ മടിയിൽ എന്നോട് ആരപ്പോണെ കറക്റ്റ് ചെയ്യാൻ പറയണേ. ഞാൻ പാടും. അകലെ അകലെ പാടിയിരിക്കുന്നതും നീലാകാശം. ആ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വെച്ചിട്ടുള്ള അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം. അകലെ പാട്. അകലെ അങ്ങനെ നല്ല ശരിക്കും കേൾക്കണം. അതുപോലെ ജാനകിയമ്മ പാടിയ ഏറ്റവും ഇഷ്ടപ്പെട്ട വേർപെട്ടെന്ന് പറയുമോ? പൂവസന്തം പൊന്നുപൂശും പുലർക്കിനാവിൻ തൂവലാലേ അമ്പിളിപ്പൊൻ മഞ്ചമുന്നിൽ നിനക്കുറങ്ങാൻ പുതപ്പുതയ്യാം. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ. ഉല്ലാസം ആനന്ദം കുഞ്ഞോനേ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കന
വായു വായു വാവേ ഉണ്ണിക്കണ്ണ എന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ ഓ എൻ പൂവേ പൊൻപൂവേ ആരിരാരം പൂവേ കനവും നീ ദിനവും നീ വായു വായു വാവേ. ഈ കുറച്ചു നേരം നമുക്ക് ക്യാമറ ഓഫ് ചെയ്ത് പാട്ട്. അല്ല ആ പുഴ കണ്ടോ? പുഴ കാണാമോ? പുഴയോരത്ത് പൂന്തോണിയെത്തിലാ പുഴയോരത്ത് പൂന്തോണിയെത്തിലാ മന്ദാരം പൂക്കും മറുതീരത്താരോ പന്നാകം കായ്ക്കും. ബാക്കി എന്താ? പുഴയോരത്ത് പൂന്തോണിയെത്തിലാ തോണിക്ക പാടും തീരങ്ങൾ മായും താനന്ന താന തന്നാന താന താനന്ന താനന്നാന താനാന താനിന്ന നാനിന താന നന്നാനി നാനിന നാനി എനിക്കറിയാൻ പറ്റില്ല. ചെയ്യാം. പക്ഷെ അങ്ങ് ദൂരെ കണ്ട നീ ചെറുതായിട്ട് മഞ്ഞൊക്കെ